നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ പല കോണുകളിലും യുദ്ധം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസുമായി നടന്ന യുദ്ധം ഒക്കെ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നടന്നതാണ്. ഇന്നും ഇസ്രായേൽ സേന നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ വാർത്തയടക്കം ഇന്നും പുറത്തു വന്നിട്ടുണ്ട്. 2022 ആ വർഷം നമ്മൾ ഓർക്കുകയാണെങ്കിൽ യുക്രൈനിലെ യുദ്ധ വാർത്തകളാണ് പ്രധാനമായും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു കോണിലും അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു യുദ്ധം കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ടീഗ്രേ യുദ്ധം, ലോകം മറന്നുപോയ യുദ്ധം. യൂറോപ്യൻ അധിനിവേശത്തിന് അടിമപ്പെടാത്ത ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന എത്യോപ്യ. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ ഭക്ഷ്യക്ഷാമവും അതിനെ തുടർന്നുണ്ടായ പട്ടിണി മരണങ്ങളും പലതവണ നേരിടേണ്ടി വന്ന രാഷ്ട്രം കൂടിയാണത്. എന്നാൽ ഇപ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നം ഇതാണ്. എത്യോപ്യയുടെ വടക്കൻ പ്രവിശ്യയായ ടീഗ്രേ പതിറ്റാണ്ടായി വിഭജനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 80ലധികം വംശീയ ഗോത്ര വിഭാഗങ്ങൾ നിറഞ്ഞ മനുഷ്യോൽപത്തി മുതൽക്കുള്ള ചരിത്ര പാരമ്പര്യമുള്ള മഹാസംസ്കൃതിയാണ് എത്യോപ്യ. 7% വരുന്ന എത്യോപ്യയുടെ വടക്കേ അതിർത്തിയിലെ എറിട്രിയ ആയി അതിർത്തി പങ്കിടുന്ന ടീഗ്രേ പ്രവിശ്യയിലെ ടീഗ്രേയി വംശവും ഫെഡറൽ സർക്കാരും തമ്മിലുള്ള കലഹം എത്യോപ്യയെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളാണ് ടീഗ്രേയിലും എത്യോപ്യയിലുമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങളിൽ വരുന്നത് വളരെ ചുരുക്കം മാത്രമാണ്. എന്നാൽ മറ്റുള്ള മാധ്യമങ്ങളടക്കം തന്നെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ക്രൂരതയുടെ മുഖമാണ് ഇപ്പോൾ ലോകം ചില കോണിൽ യുദ്ധം നടക്കുമ്പോൾ ഇതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്. എത്യോപ്യയിൽ നടക്കുന്ന ടീഗ്രേ യുദ്ധത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടത്തുന്ന ക്രൂരകൃത്യങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന നിരവധി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഒരു അമ്മയെയും 2 വയസ്സുകാരിയായ മകളെയും കൂട്ടബലാത്സംഗം ചെയ്തതിന്റെയും തുടർന്ന് സ്ത്രീയുടെ ഭർത്താവിനെ കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുന്നത് കാണാൻ നിർബന്ധിച്ചതും ഇവയിൽ ചിലതാണ്. 1.25 ലക്ഷത്തോളം സ്ത്രീകളെയാണ് അവിടെ ഇതിനോടകം ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ഗർഭിണികളെ പോലും ഇവർ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. പലരെയും ആക്രമികൾ അംഗഭംഗം വരുത്തിയെന്നും ഇരകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഭർത്താവിനൊപ്പം ഒറോമിയ മേഖലയിൽ താമസിച്ചിരുന്ന 2 കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീ ഫെഡറൽ ആർമിയിലെ സൈനികർ തന്നെ തടഞ്ഞു നിർത്തി ബലാത്സംഗം ചെയ്തതായി ഫ്രഞ്ച് പത്രമായ ലെ മോണ്ടോയോടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെയും പിന്നീട് 2 വയസ്സുള്ള മകളെയും ബലാത്സംഗം ചെയ്തു എന്നും അതിനുശേഷം അവർ തന്റെ ഭർത്താവിനെ കൊന്ന് തങ്ങളുടെ മുന്നിൽ വെച്ച് അയാളുടെ ശരീരം വെട്ടിമുറിച്ചതായി ഈ ക്രൂരമായ കാഴ്ച കാണാൻ നിർബന്ധിച്ചതായി വെളിപ്പെടുത്തി. ഇതിൽ നിന്ന് തന്നെ എത്ര നീചമായ അല്ലെങ്കിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള പ്രവർത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടീഗ്രേ വംശത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത്രയേറെ ക്രൂരതകൾ നടന്നിട്ടും ഇതൊന്നും തന്നെ പല ആളുകളും, പല വമ്പൻ രാഷ്ട്രങ്ങളൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ ഇടപെടാനായിട്ട് മടിക്കുകയാണ്. 2023 ജൂണിന് മുൻപ് പടിഞ്ഞാറൻ ടീഗ്രയിലെ കഫ്തേ ഹുമേരെ പ്രദേശത്തുള്ള തന്റെ ഗ്രാമത്തിൽ നടത്തിയ ആക്രമണത്തിനിടെ സായുധരായ പുരുഷന്മാർ തന്നെ പിടികൂടിയതായി ഒരു 17കാരിയും വെളിപ്പെടുത്തി. പിന്നീട് തന്നെ അവർ ക്രൂരമായി ബലാത്സംഗം ചെയ്തതായി ഈ പെൺകുട്ടിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുന്നതുൾപ്പെടെ നിരവധി ക്രൂര കൃത്യങ്ങളാണ് ഇവർ ചെയ്തത്. അതിൽ കുഞ്ഞുങ്ങളെന്നോ പെൺകുട്ടികളെന്നോ മുതിർന്ന സ്ത്രീകളെന്നോ ഗർഭിണികളെന്നോ ഒന്നും നോക്കാതെയാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ അവിടെ അരങ്ങേറുന്നത്. എറിട്രിയൻ പട്ടാളക്കാർ ഒരു ഗർഭിണിയുടെ ഗർഭപാത്രത്തിൽ സൂചികൾ കുത്തിയതായും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതായും ആരോപണമുയർന്നു. അവളുടെ കുട്ടി ഇതിനെ അതിജീവിച്ചില്ല. തുടർന്ന് ഗർഭിണിക്ക് മാരകമായ അണുബാധയും ഉണ്ടായി. സഖ്യകക്ഷികളായ എത്യോപ്യൻ എറിട്രിയൻ സേനകളും ടീഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടും നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ക്രൂരകൃത്യങ്ങളുടെ ഭയാനകമായ വിവരങ്ങൾ മനുഷ്യാവകാശ സംഘടനകളുടെ കൈവശമുണ്ട്. ടീഗ്രയാൻ പ്രാദേശിക അധികൃതരുടെ കണക്കനുസരിച്ച് ഇവിടെ 10-ൽ 1 വീതം ലൈംഗിക അതിക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. 2020 ടീഗ്രയിലെ പ്രാദേശിക സർക്കാർ ഫെഡറൽ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള നിർദ്ദേശം നിരസിച്ചതിനെ തുടർന്നാണ് വടക്കൻ എത്യോപ്യയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. 2020 നവംബറിൽ എത്യോപ്യൻ സർക്കാർ ടീഗ്രയുടെ വടക്കൻ മേഖലയിലേക്ക് സൈന്യത്തെയും അയച്ചിരുന്നു.
എറിട്രിയൻ സൈനികർ നവംബറിൽ ടിഗ്രയിലെ ആക്സം നഗരത്തിൽ നൂറുകണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. പടിഞ്ഞാറൻ ടിഗ്രയിലെ അക്രമം വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നാണ് അമേരിക്ക അഭിപ്രായപ്പെട്ടത്. എറിട്രിയൻ സൈനികർ ടിഗ്രയിൽ സ്ത്രീകളെ ലൈംഗിക അടിമകളായി കൈവശം വെച്ചിട്ടുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം എത്യോപ്യയിലെയും എറിട്രിയയിലെയും അധികൃതരിൽ നിന്ന് ഇരകൾക്ക് ഒരു സഹായവും ലഭിച്ചില്ലെന്നും ഫ്രഞ്ച് മാധ്യമം കുറ്റപ്പെടുത്തി. ലൈംഗിക അതിക്രമത്തിന്റെ ഭാഗമായി ഗർഭിണികളാക്കപ്പെട്ട പല സ്ത്രീകൾക്കും പിന്നീട് വിവാഹം കഴിക്കാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുകയാണ്. സംഘർഷത്തിന്റെ ഗതിയിൽ 2 ദശലക്ഷത്തിലധികം ആളുകൾ വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ടിഗ്രയിലെ ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെ എത്യോപ്യൻ ഫെഡറൽ സേനയും പ്രാദേശിക സേനയും എറിട്രിയൻ സായുധ സേനയും ചേർന്ന് ഷെല്ലാക്രമണം നടത്തുകയും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പത്രപ്രവർത്തകരെ പോയിട്ട് ജീവകാരുണ്യ പ്രവർത്തകരെ വരെ ടിഗ്രേ പ്രവിശ്യയിലേക്ക് കടത്തിവിടുന്നില്ല. പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ഫെഡറൽ സേന അടയ്ക്കുകയും ജീവൻ നിലനിർത്തുവാനുള്ള ഭക്ഷ്യസാമഗ്രികളോ മരുന്നുകളോ കടത്തിവിടാതെ അപരിഷ്കൃതമായ ഉപരോധമാണ് ഇപ്പോൾ ടിഗ്രേ പ്രവിശ്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വരൾച്ച മൂലമാണ് എത്യോപ്യയിൽ പട്ടിണി മരണങ്ങൾ സംഭവിച്ചതെങ്കിൽ ഒരു മനുഷ്യനിർമ്മിത പട്ടിണി മരണത്തിലേക്ക് ഒരുപക്ഷേ മറ്റൊരു വംശഹത്യയിലേക്കുമാണ് ടിഗ്രേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടിഗ്രയിലെ ജനങ്ങൾക്ക് ആരോഗ്യം, സംരക്ഷണം, പാർപ്പിടം, വെള്ളം, ശുചിത്വം, വിദ്യാഭ്യാസം, ഭക്ഷണം എന്നിവയുൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ വസ്തുക്കളും സേവനങ്ങളും നിഷേധിക്കുന്നതിനായി ഫെഡറൽ ഗവൺമെന്റും അനുബന്ധ പ്രാദേശിക സംസ്ഥാന സർക്കാരുകളും വിപുലമായ നടപടികൾ നടപ്പിലാക്കിയെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ 2022 UN കമ്മീഷൻ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും ലഭ്യത കുറവ് ഒരു വലിയ പ്രശ്നമായിരുന്നു. അതങ്ങനെ തന്നെ തുടരുന്നു. മരിച്ചതായി കണക്കാക്കപ്പെടുന്ന 6 ലക്ഷത്തിൽ 2,28,000-നും 3,56,000-നും ഇടയിൽ ആളുകൾ പട്ടിണി മൂലവും 1,24,000-നും 1,55,000-നും ഇടയിൽ ആളുകൾ വൈദ്യസഹായം ലഭിക്കാതെയും മരിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ ലൈംഗിക അതിക്രമങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്ന തലത്തിലാണ് നടന്നതെന്ന് ഒന്നിലധികം റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ്. സംഘർഷത്തിലുടനീളം ബലാത്സംഗവും ലൈംഗിക അതിക്രമ കുറ്റകൃത്യങ്ങളും അമ്പരിപ്പിക്കുന്ന തോതിൽ നടന്നതായും ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. എത്യോപ്യൻ എറിട്രിയൻ സേനകളും പ്രാദേശിക മിലിഷ്യകളും ടിഗ്രൈൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും പ്രത്യേക ആക്രമണത്തിനും ക്രൂരതയ്ക്കും ഇരയാക്കുകയാണ്. ഒരു പക്ഷവും പൂർണ്ണമായും നിരപരാധികളല്ലാത്ത ഒരു കുറ്റകൃത്യമാണിത്. വടക്കൻ എത്യോപ്യയിലെ അംഹാര മേഖലയിൽ 2 പ്രദേശങ്ങളിൽ ഈ പറയുന്ന ടിഗ്രയുമായി ബന്ധപ്പെട്ട സൈനികർ ഡസൻ കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം കോവിഡ് മഹാമാരിയുടെ കാലത്തും യുദ്ധകുറ്റമെന്നോ വംശീയഹത്യയെന്നോ വേർതിരിക്കാൻ സാധിക്കാതെ ലോകമൊന്ന് അറിയുക പോലും ചെയ്യാതെ എത്യോപ്യയിലെ ടിഗ്രേ പ്രവിശ്യയിലും പരിസരത്തും പട്ടിണി കൊണ്ടും യുദ്ധം കൊണ്ടും സാധാരണ ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ആണോ ഫെഡറൽ സേനയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴേക്കും വിലപ്പെട്ട മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ചരിത്രത്തിന്റെ പ്രത്യേകത അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എത്യോപ്യയിൽ ഇപ്പോഴത്തെ യുദ്ധവും വംശഹത്യയും പട്ടിണി മരണങ്ങളും എല്ലാം കുറച്ചു കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ഹോളിവുഡ് ചലച്ചിത്രത്തിന് തിരക്കഥയാകുമെന്നതുവരെ ലോകം കാണുകയില്ല, അഥവാ അറിയാൻ താല്പര്യപ്പെടുന്നില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ആഫ്രിക്കൻ യൂണിയന്റെയും UN സെക്യൂരിറ്റി കൗൺസിലിന്റെയും അടിയന്തര ഇടപെടലുകൾ തീർച്ചയായും ആവശ്യമായ സാഹചര്യമാണ് എത്യോപ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഗമനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന എത്യോപ്യ ഈ പ്രതിസന്ധി വേഗം തരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സമാധാന നോബൽ സമ്മാനാർഹനായ അബി അഹമ്മദ് എത്യോപ്യ മറ്റൊരു വിഭജനത്തിനും വെട്ടിമുറിക്കലിനും ഇടവരുത്താതെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ആളുകളുടെ മനോവീര്യം കെടുത്തുന്ന ഒന്നാണ് ഈ ലോകത്തിന്റെ നിശബ്ദത. ചിലർക്കിത് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. മറ്റു യുദ്ധങ്ങൾക്ക് ഇത്രയധികം ശ്രദ്ധ ലഭിക്കുന്നതിനാൽ ചില മരണങ്ങളും ചില കഷ്ടപ്പാടുകളും മറ്റുള്ളവയേക്കാൾ ഗൗരവമായി എടുക്കപ്പെടുന്ന ഒരു നിഗമനം ഒഴിവാക്കാൻ പ്രയാസമാണ്. ഏതായാലും മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വമ്പൻ രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന പല ക്രൂരതകളും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പല മനുഷ്യാവകാശ സംഘടനകളും ഇടപെടാതെ മനഃപൂർവ്വം ഇതിനു നേരെ എല്ലാം തന്നെ കണ്ണടയ്ക്കുകയാണ്.